പ്ലേറ്റ് വെച്ചിട്ട് ചെയ്യാന്ന് വെച്ചാൽ പക്ഷെ പ്ലേറ്റ് ബ്രെഡിനെ കെട്ടി വരുന്നത്. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പോക്കറ്റ് ഷവർമ. അതെ, ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഈ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ മയോണൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം. ബാ. അപ്പൊ അതിനായിട്ട് 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ മുട്ടേന്റെ പൊട്ടിച്ചൊഴിക്കാം. ഒരു നുള്ള് പഞ്ചസാര, ഉപ്പ്, പിന്നെ വിനാഗിരി ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒരു നുള്ളി ഒഴിക്കാൻ ശേഷം സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ എടുക്കുക. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇല്ല, നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് ടൈം ഒന്ന് അടിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഓയിൽ ഒഴിച്ച് ടൈറ്റ് ആക്കിക്കൊണ്ടിരിക്കുക. ഒരു 20 മിനിറ്റോളം ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു തിക്കായിട്ട് കിട്ടിയത്. അപ്പം കുറച്ചുകൂടെ തിക്ക് വേണ്ടവർ കുറച്ചുകൂടെ അടിച്ചുകൊണ്ടിരുന്നാൽ കുറച്ചുകൂടി തിക്കായി വരും. ഇനി നമുക്ക് ബ്രെഡിലേക്ക് പോവാം. ഇനി നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാം. ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇപ്പോഴേ പറയാം, ഈ 2 ബ്രെഡ് ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കാം, പരത്തി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഇതുപോലത്തെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ചെയ്യാന്ന് വെച്ചാൽ പക്ഷെ പ്ലേറ്റ് ബ്രെഡിനെ കെട്ടി വരുന്നത്. ചെറിയ പ്ലേറ്റ് എടുക്കാം. ഇത് നമ്മൾ മാറ്റുന്നതാണ്. അപ്പൊ നമ്മള് അതിൽ നിന്ന് മാറ്റി അടുത്തൊരു ഗ്ലാസ് വെച്ചിട്ട്, ഈ ഗ്ലാസിന്റെ അളവേ ഉള്ളൂ ഇതിനകത്ത് കൊള്ളാൻ, അതുകൊണ്ട് ഇങ്ങനെ എടുക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക, നേരത്തെ കണക്ക്. ഇതൊന്ന് ഗ്ലാസിന്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ അമർത്തിയതിന് ശേഷം ബാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഗൈസ്. ഇത് ഫ്ലോപ്പ് ആവുന്നൊന്നും അറിയില്ല, കാരണം ഇത് എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റേതായ കുറവുകൾ ആകെ മയോണൈസ് മാത്രം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഈ പോക്കറ്റ് ഷവർമ ഫസ്റ്റ് ടൈം ആക്കാം. അപ്പൊ നമുക്ക് ഇത് ടേസ്റ്റിലൊക്കെ ഇവിടെ വെച്ചിട്ട് വരണ്ടേ, ഉള്ളിൽ കറിപ്പി ഗൈസ്. നമ്മൾ മെല്ലെ അതൊന്ന് പുറത്തേക്ക് പുഷ് ചെയ്യാം. ഓക്കെ ഗൈസ്, കിട്ടി. ഏകദേശം ഒന്നായിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ തന്നെ ഇതാണ് ഐറ്റം. അപ്പം ഇനി നമുക്ക് അതേപോലെ തന്നെ കുറച്ച് ആക്കിയെടുക്കാം. പൊടിഞ്ഞു പോകുന്നൊരു പേടി. കിങ്ങണി ഞാൻ ഉണ്ടാക്കുന്ന പോക്കറ്റ് ഷവർമ തിന്നിട്ടുണ്ട്. ബാത്റൂമിൽ ഞാൻ കയറ്റിയിരിക്കും. നമുക്ക് നോക്കാം ഗൈസ്, നമ്മൾ സക്സസ് ആവുകയില്ല. ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. ഇനി ഇതൊരു 2 പോക്കറ്റാണ്. അപ്പൊ നമുക്ക് ഈ ബ്രെഡ് ധാരാളം. ഇതേപോലെ നിങ്ങൾക്ക് ഫുഡെല്ലാം ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർ ഉണ്ടാക്കി നോക്കുക. കഴിച്ചിട്ട് നമുക്ക് പറയാം എങ്ങനെയുണ്ട്. ലാസ്റ്റ് നമുക്ക് എന്തായാലും ഇതിന്റെ ഒരു റിസൾട്ട് നമ്മൾ പറയുന്നതായിരിക്കും. പിന്നെ ഓരോരാളെ കൈപ്പുണ്ണി അനുസരിച്ചിട്ടിരിക്കും. അവരൊക്കെ കൈപ്പുണ്ണി ഇല്ല ഗൈസ്, അതെനിക്കിട്ട് മുത്തിയ ഇതൊക്കെ ഞാൻ വിറ്റ് എന്തെങ്കിലും ചേർത്ത് കൊടുക്കുന്നത്. ഗ്ലാസിന്റെ ഉള്ളിൽ വെച്ച് ചെയ്യുമ്പോ അതിന്റെ ഉള്ളിൽ കയറിപ്പോ കേട്ടോ. അത് മെല്ലെ പൊട്ടാണ്ട് പുറത്തേക്ക് എടുക്കാം. ഇവരെ സാമ്പാർ ചിക്കൻ കറി അതേ ഞാൻ കൂട്ടിയിട്ടുള്ളൂ, വേറെ ഒന്നും കൂട്ടിയിട്ട്. അത് കൂട്ടിയിട്ട് മോടെ അഭിപ്രായം എന്താണോ? അത് സ്ഥിരമാക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. സത്യം പറഞ്ഞ കുക്കിംഗ് എന്ന് പറയുന്ന സംഭവം ഞാൻ കല്യാണത്തിന് ശേഷമാണ് പഠിച്ചത്. അത് ശരിയാണ്. എന്റെ ഭർത്താവ് ഒരു കുക്കിംഗ് ഒക്കെ അറിയുന്ന ഒരാളായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടുന്ന് വന്നിട്ട് തലശ്ശേരിയിലെ ഫുഡാണ് അധികം ഞാൻ പഠിച്ചത്. കൊല്ലത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഇപ്പോഴും ശരിക്കും അറിയില്ല. ഇവിടെ നിന്നാണ് കുക്കിംഗ് ശരിക്കും പഠിച്ചത്. ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഒരു പ്രശ്നം അങ്ങനെ വലുതായിട്ടില്ല. പക്ഷെ കൊല്ലത്ത് പോയിട്ട് എന്തെങ്കിലും അടുത്തെന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞാൽ അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എല്ലാ പെൺകുട്ടികളും മാരേജിന് ശേഷമായിരിക്കും പഠിക്കാം. നമ്മളെല്ലാം കിടക്കും പഠിക്കാൻ.
ഇപ്പൊ മീൻകറിയെല്ലാം വെക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. അറിയാതെ കഴിച്ചിട്ടുള്ള അവസ്ഥ. ഇനി എന്റെ മീൻകറി ആയിരിക്കും നിങ്ങൾക്ക്. അടുത്ത ഇങ്ങനെ മീൻകറി നമ്മൾ ഏകദേശം സെറ്റായി വരുന്നുണ്ട്. പിന്നെ ഇത് ചെയ്യാനെല്ലാം വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ തന്നെ മറന്നുപോയത്. ഇവരെ വീട് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഭയങ്കര എല്ലാം ഓക്കെ സെറ്റ് ആയത്. പക്ഷെ സെറ്റ് ആയിട്ടില്ല. എല്ലാം അരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആലോചിക്കുന്നത് ചിക്കൻ പുറത്ത് വെച്ചിട്ടില്ല. പിന്നെ അതിനുശേഷമാണ് ചിക്കൻ വെച്ച് വേവിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിനകത്ത് ഫില്ല് ചെയ്യാം. ഒറ്റയ്ക്ക് ചെയ്യുമ്പോ എന്താ ബോറായിരിക്കും. ഒരാളും കൂടി ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞ് ചെയ്യാം. നമ്മൾ ഈ പൊടിയൊക്കെ നമുക്ക് അവിടെ വെക്കാം. ഇടയ്ക്കാണെങ്കിൽ തിന്നാം ബോറടിക്കുമ്പോ. കഴിഞ്ഞ് അപ്പൊ നമ്മളിവിടെ ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നമുക്ക് ഇതിന്റെ ബ്രെഡ് ക്രംസ് ആക്കണ്ടേ, അതിന് വേണ്ടിട്ട് ഇത് എടുക്കാം. അപ്പൊ നമുക്കിത് മിക്സിയിൽ അടിച്ചിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഇവിടെ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇതിന് മുട്ട, ഈ ബ്രെഡ് ക്രംസ് നമുക്ക് മുക്കിയിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് മുട്ട ഒന്ന് ഇതാക്കാം. ഈ മുട്ട ഇവിടെ വെച്ചതാ. ഇവിടെ നമ്മുടെ ലല്ലു അതെടുത്ത് മുട്ട ഉടഞ്ച്. അപ്പൊ എന്തായാലും നമുക്കൊരു ഇത് ആവശ്യമുണ്ട്. അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. കാരണം ഇവന് ഇവിടെ മുട്ട വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോയി നേരത്തെ ഇവന് ഈ മുട്ട പൊട്ടിച്ച്. അപ്പൊ നമ്മുടെ മുട്ടയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുക്കി പൊരിക്കണം. അത് നമുക്ക് പാൻ വെക്കാം. നമുക്ക് ഇതിനകത്ത് എണ്ണ ഒഴിക്കാം. എപ്പോഴും സിം കുറച്ച് വെച്ചിട്ട് ഇതാക്കാം. ഇനി ഈ ബ്രെഡ് ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് മുട്ടയിലേക്ക് മുക്കി കൊടുക്കുക. 2 സൈഡ് മുക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചുറ്റിന് ഈ സൈഡ് ചുറ്റെല്ലാം ഒന്ന് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് മുക്കുക. എന്നിട്ട് നേരെ ഇതൊന്ന് മെല്ലെ അപ്പുറത്തെ സൈഡ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പം ഇത് നമ്മൾ സക്സസ് ആവുന്നൊന്നും അറിയത്തില്ല. കാരണം പോക്കറ്റ് പോലൊക്കെ കീറാൻ പറ്റുന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കുന്നതിനെ കൊണ്ട് പ്രശ്നമില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല. പിന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതിന്റെ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. നിങ്ങൾ കാര്യമൊക്കെ ഉണ്ടാവും, ഒന്നും മൈൻഡൊക്കെ ഉണ്ടാവും. പിന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ഇത് ഒരു പെർഫെക്റ്റ് ആയി കിട്ടാൻ പാടാം. കേട്ടോ, ഇത് ഒട്ടുകം കിട്ടാൻ പാടാം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പൊ മനസ്സിലായത്, ആദ്യം അതിന്റെ ചുറ്റിനും ഉള്ളത് ഇങ്ങനെ മുട്ടയിൽ മുക്കുക, നടുവിൽ മുക്കാണ്ട് പിന്നെ ശേഷം ബാക്കിയുള്ളത് നടുവിൽ മുക്കിയത്. പാലിപ്പം തരുവേ. നീ ഇവിടെ പാലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. സൈക്കിൾ കയറാൻ കരച്ചില് വെച്ച് ചൂട് കാര്യമാക്കാം. നമ്മളൊന്നും ഉണ്ടാക്കിയാലേ നമുക്ക് അറിയാതെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ. അപ്പൊ നമ്മുടെ ഏകദേശം ബ്രെഡ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ബ്രെഡ് ആവുമ്പോഴത്തേക്ക് നമുക്ക് ഇനി അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിട്ട് പിന്നെ ഉള്ളി, ക്യാരറ്റ്, തക്കാളി, കുക്കുംബർ, ഇനി ഇതിനകത്ത് കുറച്ച് ചെറുനാരങ്ങ ഒറ്റിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇത് ഒരു ചെറിയ സ്പൂൺ. പിന്നെ നമ്മളിവിടെ ഉണ്ടാക്കി തയ്യാറാക്കി വെച്ച് നമ്മുടെ സോസ് അത് വെച്ച് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ച് നമ്മുടെ മയോണൈസ് അടുത്തത്
നോക്കിയിട്ട് നിങ്ങൾ ഇളക്കിയതിന് ശേഷം ഇപ്പൊ നമ്മുടെ ഫില്ല് ചെയ്യേണ്ട സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് ഈ ബ്രെഡ് നമുക്ക് കട്ട് എടുക്കാണോ എന്നുള്ളതാണ്. കട്ട് ചെയ്ത പോക്കറ്റ് ആവുമോ ഇതെല്ലാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. ട്രൈ ചെയ്താലല്ലേ നമുക്ക് കിട്ടില്ലെന്ന് അറിയാം. കട്ട് ചെയ്ത പോക്കറ്റ് ആവോ എന്തോ ഈശ്വര. ഇതെനിക്ക് തോന്നുന്നത് നമുക്ക് കുറച്ചുകൂടെ കത്രി വെച്ചിട്ട് കട്ട് ചെയ്താലാണ് കുറച്ച് ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പൊ ഇനി നമുക്ക് കത്തി വെച്ച് കട്ട് ചെയ്താൽ ഇപ്പം ഫ്ലോപ്പ് ആവും. നമുക്ക് കത്രി കൊണ്ട് കട്ട് ചെയ്യാൻ ഗൈസ്. സക്സസ് ആവുമെന്ന് നോക്കട്ടെ. ആ എൻ്റെ ഉള്ളിൽ ഒരു പോക്കറ്റ് പോലെ ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്യാം. എനിക്കത് ശരി കൂടുതൽ വേണ്ട വേണ്ട ഇങ്ങനെ തന്നെ കഴിക്കാം. അപ്പൊ ഒന്ന് നമ്മുടെ സക്സസ് ആയി. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഒന്നാമത് അടുത്ത അതേപോലെ തന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം. അത്ര പുഷായിട്ട് ഇപ്പൊ കണ്ടില്ലേ സംഭവം നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കാണാൻ വലിയ ലുക്കില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ? കഴിച്ചു നോക്കിട്ട് അറിയാം. ബാക്കി ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ നമുക്ക് നോക്കണ്ടേ. ഇത് നല്ലപോലെ ഇങ്ങനെ ഫില്ലായിക്കൂടെ, കാരണം പോലെ ഉണ്ടല്ലോ. ചിലരൊക്കെ കാണിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല റൗണ്ടായിട്ടൊക്കെ കിട്ടും, ഫുള്ളായിട്ട് കിട്ടുന്ന കാണുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, അത് ഉള്ളതാണോ എന്തോ. ഓക്കെ, അപ്പൊ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ പോക്കറ്റ് ആയിട്ട് കിട്ടുമെന്ന് അറിയില്ലായിരുന്നു. പിന്നെ അപ്പൊ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. ഇനി തിന്നിട്ട് നോക്കണം. നമ്മൾ ചായ എല്ലാം വെച്ചിട്ട് കഴിച്ചിട്ട് നമുക്ക് പറയാം ഇതിൻ്റെ എന്താ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ. ഓക്കെ, ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പോക്കറ്റ് ആവുമോ ഇല്ലയോ നമുക്ക് നോക്കാമല്ലോ. എനിക്ക് ട്രൈ ചെയ്തപ്പോൾ കിട്ടി, അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യുമ്പോൾ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കഴിച്ചിട്ട് ഇതിൻ്റെ റിസൾട്ട് പറയാം. ഇനി നിങ്ങളെ എങ്ങനെയുണ്ട്? സോസ് എടുക്കുക. സോസ് ഒരു പ്ലേറ്റ് വേണം കേട്ടോ. സോസ് അതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചിട്ട് എല്ലാവർക്കും ഒപ്പര ഒഴിക്കുന്നു. ഇതോട് ഞാൻ പറഞ്ഞേ മോനെ, സോസ് വെച്ചില്ലേ? മതി. എന്നാ എങ്ങനെ ടേസ്റ്റ് ചെയ്യൂ? ഇവിടെ കുറച്ച് വെച്ചട്ടെ. ടേസ്റ്റ് ചെയ്ത് നോക്കപ്പോഴാണ് കുറച്ച് തുപ്പ് പറഞ്ഞു. കുഴപ്പമില്ല. ഇനി അടുത്തൊരു തട്ടുകട തുടങ്ങാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. വിചാരിച്ചില്ല, ഫ്ലോപ്പ് ആയിട്ടില്ല. എൻ്റെ അമ്മ വിളിച്ചുകൂടാനാ?
സെറ്റല്ലേ? അപ്പോൾ guys, നമ്മുടെ ചായകുടിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഈ പോക്കറ്റ് ഷവർമ സക്സസ് ചെയ്യും. അടിപൊളി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരെക്കും ബൈ. അടുത്ത ആഴ്ച പൂനിന്റെ കട്ട്ലേറ്റ് ഉണ്ട് സ്പോൺസർ. യെസ്, അതും എങ്ങനെയുണ്ടെന്ന് പറയാം ഗൈസ്. ബൈ. ബൈ.